ഹലോ, വെൽക്കം ടു FG ട്രേഡർ. അപ്പോൾ മോർണിംഗ് തന്നെ എനിക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. മോർണിംഗ് ഏകദേശം ഒരു 10 മണി അല്ലെങ്കിൽ 9:45 ആ ടൈമിലാണ്, ഏകദേശം 10 മണിയാകുമ്പോഴാണ് എനിക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്കത് എടുക്കാൻ പറ്റുന്നില്ല. അതിനുശേഷം നല്ല ഡൗണിലേക്ക് വന്നു, വീണ്ടും ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനിൽ വന്നു. അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് കളിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വീണ്ടും ഡൗണിലേക്ക് പോകുന്നൊരു എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഡൗണിലേക്ക് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ മോർണിംഗ് എനിക്കൊരു ഞാൻ എൻട്രി എടുത്തത് ഒരു PCDക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. മോർണിംഗ് PCDക്ക് എടുത്തിട്ട് ടാർഗറ്റ് ഏകദേശം അടുത്തൊരു സപ്പോർട്ട് ലെവലിലേക്ക് വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ ഒരു പോയിൻറ്റ്സിൽ ഞാനൊരു സപ്പോർട്ട് എടുത്ത് പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏകദേശം ഈ റേഞ്ചിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്ത് പോവാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എടുത്ത എൻട്രി ഏകദേശം ഒരു 10:30 ആകുമ്പോഴാണ്, 10:45 ആ റേഞ്ചിലാണ് ഞാൻ എടുത്തത്. ഈ ഒരു റേഞ്ചിൽ തന്നെ എടുത്തത്. വീണ്ടും ഡൗണിലേക്ക് വരണമെന്ന് കണ്ടപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എടുത്താണ്. വീണ്ടും ഈ ഒരു ക്യാൻഡിൽ അവസാനിച്ച് ഈ ഒരു ക്യാൻഡിൽ തുടങ്ങുമ്പോൾ ഗ്രീൻ ക്യാൻഡിലാണ് ഞാൻ എടുത്തിട്ട് അത് ഏകദേശം ഞാൻ ഈ ഒരു റേഞ്ചാണ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അപ്പോൾ വീണ്ടും അത് ഡൗണിലേക്ക് വന്നു. വീണ്ടും ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്ത് വീണ്ടും പോയി. പിന്നെ അത് ബ്രേക്ക് ചെയ്ത് ഇവിടെ വന്നപ്പോൾ ഒന്ന് കോൺഫിഡൻ്റ് ആയിരുന്നത് ഓക്കെ ഇനി താഴേക്ക് പോകുമെന്നുള്ളത്. അത് വീണ്ടും റീടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഡൗണിലേക്ക് വന്നു. അപ്പോൾ ഓക്കെ എൻ്റെ ടാർഗറ്റ് എടുക്കുകയായിരിക്കും എന്നുള്ളതുണ്ടായിരുന്നു. പിന്നെ ഏകദേശം ഇവിടെ നിന്ന് ഒരു റെസിസ്റ്റൻസ് കിട്ടുകയാണെങ്കിൽ എക്സിറ്റ് ആവാം, അല്ലെങ്കിൽ പിന്നെ എപ്പോഴും ഞാൻ നോർമൽ ചെയ്യുന്നത് സ്റ്റോപ്പ് ലോസ് എൻട്രി പോയിൻ്റ് തന്നെ വെക്കുന്നത് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും ഇവിടെ നിന്ന് റീടെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ റിവേഴ്സൽ കാണിക്കുകയാണെങ്കിൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ നിന്ന് ഈ ടച്ച് ആവാത്തതുകൊണ്ട് ഏകദേശം ഇത് ഒന്ന് ക്ലോസ് ചെയ്യുമെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് ആ റേഞ്ച് എത്തിക്കഴിഞ്ഞ് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അത് നടന്നില്ല. അപ്പോൾ ഏകദേശം ഞാൻ അതാണ് 46,500 ഒരു റേഞ്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിൻ്റെ എത്തുന്ന മുന്നേ അത് റിവേഴ്സിലേക്ക് പോയി. അതിനുശേഷം വീണ്ടും വന്ന ടൈമിൽ ഞാൻ ഏകദേശം ഈ ഒരു റേഞ്ചിൽ അത് വീണ്ടും നല്ല രീതിയിൽ പോയിട്ട് ഈ ഒരു ക്ലോസിങ് ഇവിടെ കിട്ടിയപ്പോൾ ഞാൻ അവിടെ നിന്ന് എക്സിറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് എനിക്ക് എൻട്രി പോയിന്റിൽ തന്നെ എക്സിറ്റ് ആവുന്നൊരു റേഞ്ചിൽ തന്നെയാണ് എനിക്കുണ്ടായിരുന്നത്. വലിയ ലോസും ഉണ്ടായിരുന്നില്ല, വലിയ പ്രോഫിറ്റ് ഒന്നും പറയാൻ പറ്റില്ല, ചെറിയ പ്രോഫിറ്റ് എന്നുള്ള രീതിയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു എൻട്രി ആയിരുന്നു ഇന്ന് മോർണിംഗ് എനിക്കുണ്ടായത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഞാൻ ലൈവിൽ അതേപോലെ തന്നെ അപ്പോൾ തന്നെ വീണ്ടും അത് ഇവിടെ നിന്ന് ബ്രേക്കൗട്ട് മേലേക്ക് കിട്ടി. അതിനുശേഷം വീണ്ടും ഇവിടെ നിന്ന് റീടെസ്റ്റ് ചെയ്ത് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ട് എടുത്ത ശേഷം ഞങ്ങളോടും പറഞ്ഞ് ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ടാർഗറ്റ് ഏകദേശം ഈ ഒരു സപ്പോർട്ട് രീതിയിൽ വെക്കാം, മൂവിങ് ആവറേജ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ ചെറിയ ടാർഗറ്റ് എടുത്ത് ഇറക്കാമെന്നുള്ള ബേസിലായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ലൈവിൽ ലാസ്റ്റ് എനിക്കിതൊന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ റേഞ്ച് അല്ലെങ്കിൽ പോയി ഒരു 100 പ്രാവശ്യം ഞാൻ റീട്രൈ അടിച്ചിട്ടാണ് ഞാൻ ലൈവിൽ നിൽക്കേണ്ടത്. അപ്പോൾ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ക്ലോസ് ആക്കിയിട്ട് ബാക്കി വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അത് എക്സിറ്റായി, അതായത് ലൈവ് ക്ലോസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു റേഞ്ചിന് നല്ലൊരു ഇഷ്യൂസ് ഉണ്ട് ഇപ്പോൾ എനിക്ക് നല്ല രീതിയിൽ. അപ്പോൾ അതൊന്ന് ശരിയാവുന്ന വരെ ഇനിയിപ്പോൾ എന്തായാലും ലൈവ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ശരിയായ ശേഷം മാത്രം ഞാൻ ലൈവ് ഇടുന്നത്. അപ്പോൾ ലൈവിൻ്റെ ലാസ്റ്റ് ഞാൻ എൻട്രി എടുത്ത ടൈമിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എൻട്രി എടുത്ത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റിൽ ഞാൻ ലൈവ് എക്സിറ്റാണ് ചെയ്തത്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് കറക്റ്റ് എൻട്രി ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ എടുത്ത ശേഷം ഈ ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ ഇറങ്ങിയത് ഈ ഒരു ക്യാൻഡിൽ കണ്ടതോടെയാണ്. അപ്പോൾ അതായത് ഇത് കറക്റ്റ് റിവേഴ്സൽ ക്യാൻഡിൽ എനിക്ക് ഫീൽ ചെയ്തതുകൊണ്ട് ഇൻവെർട്ടർ ഹാമർ പോലെ എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് അവിടെ നിന്ന് ഈ ഒരു ക്യാൻഡിൽ ക്ലോസിങ്ങോടെ ഞാൻ എക്സിറ്റ് ആവുകയും ചെയ്തത്. അപ്പോൾ അതിൽ എനിക്ക് അത്യാവശ്യം ചെറിയൊരു പ്രോഫിറ്റ് തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിൽ വലിയ പ്രോഫിറ്റൊന്നും ആയില്ല. ആ കൂടെ 100 രൂപേൻ്റെ പോയിൻറ്റ്സിൻ്റെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വലിയ ഒരു പ്രോഫിറ്റ് ഇല്ല എന്ന് പറയുന്നത്. കാരണം 100 രൂപേൻ്റെ പോയിൻറ്റിൽ ഏകദേശം 50 പോയിൻറ്റ്സിൻ്റെ അടുത്തോളമാണ് നമുക്ക് അതിൽ. ബാങ്ക് നിഫ്റ്റിയിൽ 50 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് 750 രൂപ ആ റേഞ്ചിലൊക്കെയാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് നമുക്കൊന്നും പ്രോഫിറ്റ് ഉണ്ടായത്. വലിയ ഒരു ലോട്ടിൽ 750 രൂപ ആ റേഞ്ചിലൊരു പ്രോഫിറ്റാണ് ഉണ്ടായിട്ടുള്ളത്. ചെറിയ പ്രോഫിറ്റ് തന്നെയാണ് ഉണ്ടായത്. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെയാണ് പോയത്? ഏകദേശം മാർക്കറ്റ് ഫുള്ള് സൈഡ് വൈസ് തന്നെയാണ്. ഫുള്ള് ഒരു അങ്ങോട്ട് ചെറിയൊരു മൂവ്മെൻറ്റ്സ് അതിൻ്റെ അകത്ത് 200 പോയിൻറ്റ് മുകളിലോട്ട് താഴോട്ട്, പിന്നെ ഒരു ചെറിയ പോയിൻറ്റ് അത്രയാണ്. മോർണിംഗ് മാത്രം ഒരു നല്ലൊരു 15 മിനിറ്റ്സിൽ നല്ലൊരു ബാരേഷ് വന്നിട്ട് പിന്നെ അവിടെ നിന്ന് കളിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയാണ് എനിക്ക് മോർണിംഗ് മുതൽ നല്ലൊരു ഓക്കെ ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ്. എങ്ങോട്ട് പോയാലും കുറച്ചൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള പോലെ തോന്നിയത്. പക്ഷേ നിഫ്റ്റിയിലൊന്നും എനിക്ക് അത്ര വലിയ
കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ മോർണിംഗ് മാത്രം ഉണ്ടായിരുന്നു, ആ ഒരു ബുള്ളിഷ് വരുന്ന ടൈമിൽ മാത്രം അതൊരു അവിടെ ഒരു എൻട്രി എന്നുള്ളത് മാത്രം ഉണ്ടായിരുന്നു. ശേഷം പിന്നെ വലിയൊരു സുഖമായിരുന്നു തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിഫ്റ്റിയിൽ എടുക്കാണ്ടിരുന്നത്. ഫിൻ നിഫ്റ്റിയിൽ സെയിം ബാങ്ക് നിഫ്റ്റി റേഞ്ചിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ ബാങ്ക് നിഫ്റ്റി തന്നെ പ്രിഫർ ചെയ്തു. അപ്പോൾ അങ്ങനെ ബാങ്ക് നിഫ്റ്റിയിൽ അങ്ങനെ എൻട്രി എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ചെറിയ പ്രോഫിറ്റ് തന്നെയാണ് എക്സിറ്റ് ആയത്. അപ്പോൾ 2 എൻട്രി എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. 2 എൻട്രി എടുത്തു. അതിൽ രണ്ടും ഓക്കെയാണ്. ഒന്ന് എൻട്രി തന്നെ ഇറങ്ങേണ്ടി വന്ന്, ലോസ് ഒന്നും ഇല്ല ഇതിലും. രണ്ടാമത്തെ എൻട്രിയിൽ പ്രോഫിറ്റ് വേണം. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ ഒരു മാർക്കറ്റ്, സൈഡ് വൈസ് മാർക്കറ്റിൽ ചെറിയ പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ മിക്കവാറും ലോസാണ് നമുക്ക് ഉണ്ടാവാറ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും എന്നുള്ളതൊന്നും അറിയാത്തൊരവസ്ഥയിൽ നമുക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ ഡൗണിലേക്ക് വരുന്നതുകൊണ്ട് ഇരിക്കും. പക്ഷേ അത് മേലോട്ട് ചെറിയ മേലേക്ക് പോയിട്ട് അത് അങ്ങനെ നിൽക്കും. പിന്നെ അവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് അവിടെ താഴെ, ഇതൊക്കെ ഒരു വലിയൊരു ഇഷ്യൂസുള്ള ദിവസമാണ് അങ്ങനെ സൈഡ് വൈസ് പോകുമ്പോൾ. അപ്പോൾ അതിലൊന്നും പെട്ടില്ല. കറക്റ്റ് ചെറിയ ടാർഗറ്റ് വെച്ചു, അതെടുത്ത് ഇറങ്ങി, അത്ര തന്നെയുള്ളൂ, സിമ്പിളായിട്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നാളത്തെ ദിവസം എങ്ങനെയാണെന്ന് അറിയില്ല, സൈഡ് വൈസ് തന്നെയാണോ അറിയില്ല. ഇനി മാർക്കറ്റ് നല്ല കുറച്ച് ഡൗണിലേക്ക് പോകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്ക് ഉള്ളത്. അപ്പോൾ ചിലപ്പോൾ ഇനി ഞാൻ ഡൗണിലേക്കുള്ളൊരു ട്രെൻഡ് പ്രതീക്ഷിച്ചിട്ട് ഇരിക്കും. അപ്പോൾ എന്തായാലും നോക്കാം, മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് അതിന് ശേഷം എന്താണ് മാർക്കറ്റ് കാണിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നാളെ കാണാം. സീ യു.